പൊതി മേഴ്സി ഹോസ്പിറ്റലിലേക്കുള്ള വഴിയരികിലൂടെ പോകുന്നവരാരും ഒരു കാഴ്ച കാണാതെ കടന്നു പോകാറില്ല. തലപ്പത്ത് പന്തലിച്ചു നിൽക്കുന്ന കോവൽ ചെടികൾ പച്ചപ്പട്ട് വിരിച്ച ഒരു കൊച്ചു മാടക്കട. ഇവിടെ കോവൽ വള്ളികളുടെ തണലിൽ ലതാജിയുടെ പാട്ടുമൂളി ഗോപിയാശാൻ എന്ന 88-കാരൻ. ഒരു കാലത്ത് തടിയും കല്ലും മണ്ണും സ്വന്തം വിരൽത്തുമ്പുകൊണ്ട് മനോഹരമായ കലാരൂപങ്ങളാക്കി മാറ്റിയ ശില്പി കൂടിയാണ് ഗോപിയാശാൻ. ഓബലളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. കോവൽ ചെടികൾ പച്ചപ്പട്ട് വിരിച്ച ഒരു കൊച്ചു മാടക്കട. കടയ്ക്ക് മുകളിലൂടെ അടുക്കി വെച്ച കോവൽ വള്ളികളിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന തണുപ്പുള്ള തണലിലിരുന്ന് പ്രായത്തിന്റെ തളർച്ചയെയും ശാരീരിക പരിമിതികളെയും പാടെ മറന്ന് മുറുക്കാൻ വെറ്റിലും മടക്കുന്ന 82-കാരൻ. പ്രദേശവാസികളുടെ പ്രിയപ്പെട്ട ഗോപിയാശാൻ. മുറുക്കാൻ സാധാരണ ഇവിടെ വളരെ ചെലവ് കുറവ്. കാരണം വെച്ചാൽ കവലെന്ന് ഞാൻ കുറെ അകന്നിരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബഹളങ്ങളും സംസാരത്തിന്റെ മാറ്റങ്ങളും ഒക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാറിയിരിക്കുന്നത്. കച്ചവടം എനിക്ക് വലിയ പ്രശ്നമല്ല. കച്ചവടം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ വീട്ടിലിപ്പോ ഇരുന്ന് കഴിക്കുന്ന റോഡിലേക്ക് നോക്കിയിരിക്കുക, അല്ലെ TV നോക്കിയിരിക്കുക. അങ്ങനെ ഇരുന്ന് മരുന്നും കഴിച്ചിരുന്ന് കഴിഞ്ഞ് വണ്ണവും പറ്റും തടിയായി പിന്നെ അനങ്ങാൻ പാടില്ലാതെ ആവും. അങ്ങനെ പറ്റിയല്ലാത്ത കാരണം ഞാൻ ഇങ്ങനെ ഈ പരിപാടിക്ക് ഒന്ന് മൂന്നിയതാണ്. ഇവിടെ എത്ര വർഷമായി? ഇപ്പൊ 1.5 വർഷം കഴിഞ്ഞു. എന്റെ വാർക്കയുടെ സാധനങ്ങളായിട്ട് അവിടെ മൊത്തം ഇതൊക്കെ എന്റെ വാർക്കയുടെ സാധന. ഫാമിലി ഭാര്യ, 2 ആൺമക്കള്, അവരുടെ ഭാര്യമാര്, 2 പേർക്കും 1 ആൺകുട്ടികള്. അവര് വിദ്യാഭ്യാസം നടത്തുന്നു. പിന്നെ 2 പേരും പിന്നെ ഈ കൽപ്പനയായിട്ട് നടക്കുന്നു. ആൺമക്കള്, അവരുടെ ഭാര്യമാര് ഓരോ ജോലികളുണ്ട്. അങ്ങനെ അതെ. കടയ്ക്കുള്ളിലിരുന്ന് സന്ധ്യാനേരത്ത് പ്രകൃതി ഒരുക്കുന്ന ആ ശാന്തതയിൽ ഗോപിയാശാൻ പതിയെ മൂളും. ഭാരതത്തിന്റെ ഗാനകോകിലം ലതാ മങ്കേഷ്കർ മലയാളത്തിന് സമ്മാനിച്ച അനശ്വരമായ വരികൾ. അന്ന് ജോഡി എന്ന് പറഞ്ഞ ഒരാള് നല്ല ഗായകനാ. പുള്ളി പ്രൈസ് ഒക്കെ മേടിച്ചിട്ടുള്ള. പുള്ളിക്ക് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ട് പാട്ടൊക്കെ പാടും. അങ്ങനെയായിരുന്നു. കദലേ കൺ കദലേ ചൻ കദലേ പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാരാ. കദലേ കൺ കദലേ ചൻ കദലേ പൂവേണോ, കവിളിൽ പൂമതമുള്ളൊരു പെൺപൂ വേണോ പൂക്കാരാ. മുകളിൽ ജില്ല് 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 ജിഞ്ചിലമോടെ, മുകൾ പൂ വിടർത്തും പൊൻകുടത്താഴെ. മുകളിൽ ജില്ല് 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 ജിഞ്ചിലമോടെ, മുകൾ പൂ വിടർത്തും പൊൻകുടത്താഴെ. ആശാന്റെ തൊണ്ടയിൽ നിന്ന് ഈണം ഒഴുകിയെത്തുമ്പോൾ കൈവിരലുകൾ അടക്കിവെച്ച മുറുക്കാൻ വെട്ടുകളിൽ താളമിടും. ഒരു കാലത്ത് തടിയും കല്ലും മണ്ണും സ്വന്തം വിരൽത്തുമ്പുകൊണ്ട് മനോഹരമായ കലാരൂപങ്ങളാക്കി മാറ്റിയ ശില്പി കൂടിയാണ് ഗോപിയാശാൻ. കാലം ആശാന്റെ ശരീരത്തിൽ വരച്ചുവെച്ച വരമ്പുകളും ശാരീരിക പ്രയാസങ്ങളും ആ കലാഹൃദയത്തെ തൊട്ടിട്ടില്ല. സർഗാത്മകതയുടെ ആ പഴയ വസന്തകാലം ഓർമ്മകളിലേക്ക് വിരുന്നെത്തുമ്പോൾ ആശാൻ അറിയാതെ ലതാജിയുടെ ഗാനങ്ങളിലേക്ക് അഭയം പ്രാപിക്കും. ലതാ മങ്കേഷ്കറിന്റെ മധുരസ്വരവും സ്വന്തം ഭൂതകാലത്തിലെ കലാസ്മരണകളും കോവൽക്കായകളുടെ പച്ചപ്പും ചേരുമ്പോൾ ആ കൊച്ചു മാടക്കടയോളം പോന്ന മറ്റൊരു സ്വർഗം ആശാന് വേറെയില്ല. മുകളിൽ നിന്നുള്ള ചൂടും കാരണം ഭയങ്കര വേർപ്പും ദാഹവും ആയതുകൊണ്ട് തന്നെ ഇത് ഈ ചെടി വളർത്താൻ കാരണം. ഇപ്പൊ കുഴപ്പമില്ല. ഈ താഴത്തെ ചെടിയൊക്കെ ചേരാൻ പറ്റാണോ? താഴത്തെ ചെടിയൊക്കെ വെച്ചതാ. അത് ഇവിടുന്നല്ല, ഇവിടേക്കും അല്ല, എലഞ്ഞിന്ന് കൊണ്ടുവന്ന് വെച്ചതാ. പിന്നെ കുറെ ചെടികളുണ്ട്, ഔഷധികളുണ്ട് ഇവിടെ. ഔഷധികൾ ചെറിയ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളർന്നു വരുന്നേ ഉള്ളൂ. വളം ചെറിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വളം ഇട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് 3 കിലോ കിട്ടി. നേരത്തെ ഞാൻ കോവല് കായ ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ കടയില് എല്ലാ കടക്കാർക്കും കൊടുത്തു. അവിടെ ഹോട്ടലുകാർക്ക് വേണമെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഓ എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവിടുത്തെ തട്ടുകൊണ്ട് അവിടെ ഇപ്പൊ ഒരു പന്തലൊക്കെ ഇട്ട് കോവല റെഡിയാക്കിയിരിക്കുക.
പിന്നെ ഇവിടെ വന്ന് ഓരോരുത്തരും വന്ന് പറിച്ചു തരുന്നുണ്ട്. രാവിലെ വന്ന് ചെറുതൊക്കെ പറിച്ചു തരുന്നുണ്ട്. ചുറ്റിലുള്ളത് കഴിഞ്ഞിട്ട് എത്തുന്നിടത്തോളം പറിച്ചു തരുന്നുണ്ട്. വഴിപോക്കർക്ക് ഒരു മുറുക്കാൻ നൽകി മുഖത്തൊരു പുഞ്ചിരിയും സമ്മാനിച്ച് വീണ്ടും അടുത്ത പാട്ടിന്റെ വരികളിലേക്ക് ആശാൻ മനസ്സ് തുറക്കുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് പ്രായവും വിധിയുമാണ്. ശാരീരിക പരിമിതികളെ കലകൊണ്ടും സംഗീതം കൊണ്ടും ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ടും ജയിച്ചു കയറുന്ന ഗോപിയാശാൻ തലയോലപ്പറമ്പുകാർക്ക് കേവലമൊരു മുറുക്കാൻ കടക്കാരനല്ല, ജീവിതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു വലിയ മാതൃകയാണ്. പിന്നെ തബലക്കുറ്റി ഉണ്ടാക്കി, മൃദംഗക്കുറ്റി ഉണ്ടാക്കി, അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാക്കും. അത് നല്ല മാവിന്റെ അല്ല പ്ലാവിന്റെ ഒക്കെ കിട്ടിയെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എത്ര വർഷമായി ആ തൊഴിൽ തുടങ്ങിയിട്ട്? തൊഴിലായിട്ടല്ല, നമുക്ക് ഒരു മൂഡ് കിട്ടുമ്പോഴത്തേക്കും ആ സാധനം നല്ലതാണെങ്കിൽ ചെയ്തേക്കാം എന്നുള്ള ആ താല്പര്യത്തിലൊക്കെ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തൊഴിലായിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നില്ല. പഠിച്ചിട്ടുണ്ടോ അതോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഞാനതിന്റെ അളവെടുത്ത് പിന്നെ ഈ സാധനം ഞാൻ കണ്ടിട്ടുകൊണ്ട് എനിക്ക് അറിയുകയും ചെയ്യാം. ഞാൻ കുറച്ചു നാൾ ഇങ്ങനെ മൃദംഗം വായിക്കാൻ പഠിക്കുകയും ചെയ്തതാണ്. അത് പിന്നെ ഇടക്കാലം കൊണ്ട് അങ്ങനെ ഞാൻ നിർത്തിക്കളഞ്ഞു. അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം. അത് കാരണം പിന്നെ തബലയുടെ അറിയാം, മൃദംഗത്തിന്റെ അറിയാം, അങ്ങനെ അറിയാം. ഓബലനെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. ഓമലളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ. നാലു നീല പന്തലിട്ടു വാനിലമ്പിളി, നാദസ്വരമേളമിട്ടു പാതിരാക്കിളി. ഏകയായി ഗാനലോലയായി, താലികെട്ടും ഞാനവൾക്ക് നീലരാവിൽ, താലികെട്ടും ഞാനവൾക്ക് നീലരാവിൽ. ന്യൂസ് ബ്യൂറോ, വൈക്കം.